മഹാരാജാവ് തിരുവനസ് മാടവ് കുഞ്ഞുകുട്ടിയുടെ ശ്രീ രാജേഷ്, മറ്റ് ജനപ്രതിനിധികളെ, വേദിയിലും സദസ്സിലുമുള്ള അഭിനന്ദരായ ഭക്തജനങ്ങളെ, രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഇവിടെ ചെയ്യാനുള്ളത്. ഒന്ന്, ഈ ക്ഷേത്രത്തിൻ്റെ രാജ്യശില്പിയായ അല്ലെങ്കിൽ വിശ്വകർമാവായ ശ്രീ സുനിൽ ദത്ത്, അദ്ദേഹത്തിന് രണ്ട് കാര്യം ഞാൻ ഇവിടെ വെച്ച് എഴുതിയിട്ടുള്ള ഒരു നാമാവലി പോലെ അമ്മയുടെ ഒരു ചെറിയ കവിത ഞാനിവിടെ വെച്ച് ചൊല്ലി അദ്ദേഹത്തിനാണ് സമർപ്പിക്കുന്നത്. പിന്നെ മഹാരാജാവ് തിരുവനന്തപുരത്തെ കൊണ്ട് അദ്ദേഹത്തിന് ഒരു പൊന്നാട സമർപ്പിക്കാനുണ്ട്. മഹാഭക്തനായിട്ടുള്ള ശ്രീ സുനിദത്ത് അവരുടെ മുന്നിലേക്ക് ക്ഷണിക്കുന്നു. തിരുവനന്തപുരത്തിന്റെ കയ്യിൽ നിന്ന് ഈ പൊന്നാട സ്വീകരിക്കാൻ അപേക്ഷിച്ചു. അടുത്തത് ഞാൻ എഴുതിയൊരു ചെറിയ കവിതയാണ്, അതാണ് ഇവിടെ ചൊല്ലുന്നത്. അതിനു മുമ്പ് ഒരാൾക്ക് കൂടി, രണ്ടുപേർക്ക് കൂടി എന്നെ ഇവിടത്തേക്ക് വരാനുള്ള ചിലപ്പോൾ ഈ മഹാക്ഷേത്രത്തിന്റെ ഒരു വ്യക്തികളുണ്ട് അതിനെപ്പറ്റിയില്ല. ഒന്ന് ശ്രീ പ്രകാശ്, ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും മുൻകൈ എടുക്കുന്ന ശ്രീ പ്രകാശ്, അദ്ദേഹത്തെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. അതേപോലെ ഇല്ല, എല്ലാവർക്കും കൈയടിക്കും, അവർ നിസ്സാരമായിട്ട് കൈയടിക്കും. ഇവിടെ കൈയടി കുറച്ചൊരു ലോപമുള്ള പോലെ തോന്നുന്നു. അതുപോലെ ശ്രീ രാജേഷ്, ആറ്റുകാലമ്മയുടെ മഹാഭക്തനായ രാജേഷ്, ഞങ്ങൾക്കെല്ലാം മഹാരാജാവ് തിരുവനന്തപുരത്തിന് അടുത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ശ്രീ രാജേഷ്. രാജേഷ് എപ്പോഴും രാജേഷ് വിനയപൂർവ്വം പിന്നോട്ട് നിൽക്കുകയുള്ളൂ. പക്ഷെ ഇത്തരം അവസരത്തിൽ നമുക്ക് അതേപോലുള്ള ഭക്തന്മാരെ മുമ്പോട്ട് കൊണ്ടുവരണം. അതാണ് ഞാൻ ഇനി ചെയ്യുന്നത്. ഒരു ചെറിയ കവിത ഞാനിപ്പോൾ ഇവിടെ വെച്ച് എനിക്ക് എഴുതാൻ തോന്നിയ ഒരു കവിത ഞാൻ ചൊല്ലുന്നുണ്ട്. ആയിരം ജന്മം വഴി താണ്ടി വന്നു ഞാൻ പാലേക്കാവിൽ തിരുനടയിൽ. ഒരു ദിവസത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ജന്മത്തിന്റെയോ അല്ല, ഈ ഒരു യാത്രയ്ക്ക് ഒരു 1000 ജന്മങ്ങളുടെ ഒരു പിന്നാലെയുള്ള ഒരു പുണ്യം ഉണ്ടാകും. അല്ലാതെ ഒറ്റയടിക്കുന്ന ഒരു സ്ഥലത്ത് എത്താൻ പറ്റില്ല. 1000 ജന്മം വഴി താണ്ടി വന്നു ഞാൻ പാലേക്കാവിൻ തിരുനടയിൽ. കാൽനടകളെല്ലാം പ്രദക്ഷിണമാകുവാൻ കൈതൊഴുതു നിന്നു മുന്നിൽ തിരുമുന്നിൽ. അമ്മയൻ ഹൃദയം തമ്പുരുവാക്കി, വാക്കുകൾ നാമങ്ങളാക്കി. 1000 ജന്മം വഴി താണ്ടി വന്നു ഞാൻ പാലേക്കാവിൻ തിരുനടയിൽ. ധർമ്മശാസ്താവിന്റെ ഇരുമുടികളായെന്റെ പാപവും പുണ്യവും മാറി. ധർമ്മശാസ്താവിന്റെ ഇരുമുടികളായെന്റെ പാപവും പുണ്യവും മാറി. കണ്ണീർ പൂകൾ പൂജാപുഷ്പമായി താനേ വീഴുന്നു മുന്നിൽ. കണ്ണീർ പൂകൾ പൂജാപുഷ്പമായി താനേ വീഴുന്നു മുന്നിൽ. മംഗളകാരിണി മാണിക്യ വീണാഗായികേ അംബികേ പാഹി പാഹി. അമ്മയുടെ ഏത് രൂപമായാലും ഞാൻ കാണുന്നത് മാണിക്യ വീണ വാണിയായിട്ടുള്ള അമ്മയാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞതുപോലെ നമുക്ക് അഭയം തരാൻ, നമുക്ക് വരങ്ങൾ തരാൻ, സ്നേഹം തരാൻ വേണ്ടിയാണ് ദാരികനെ അമ്മ നിഗ്രഹിക്കുന്നത്, അല്ലാതെ നമ്മളെ ഭയപ്പെടുത്താനല്ല. അദ്ദേഹം പറഞ്ഞ അതേ ഒരു രൂപമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ അമ്മയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ.
മംഗളകാരിണി മാണിക്യ വീണായികേ അംബികേ പാകി പാകി പാലേക്കാവിൽ വാണരുളും പാപസംഹാരിണി വനദുർഗേ. 1000 ജന്മം വഴിതാണ്ടി വന്നു ഞാൻ പാലേക്കാവിൽ തിരുനടയിൽ കാൽനടകളെല്ലാം പ്രദക്ഷിണമാകുവാൻ കൈതൊഴുതു നിന്നു. അമ്മയൻ ഹൃദയം തമ്പുരുവാക്കി വാക്കുകൾ നാമങ്ങളാക്കി. സിന്ദൂരാരുണ വിഗ്രഹം ത്രിനയനം മാണിക്യമൗലിസ്ഫുരത്താരാനായക ശേഖര സ്മിതമുഖീ ആപീരവക്ഷുരുഹം പാണിഭ്യാമണിപൂർണരത്നചഷകം രക്തോത്പലം ബിഭ്രവീം സൗമ്യാം 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 രത്നഘടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം ധ്യായേത് പരാമംബികാം. നമ്മള് തിരുവനന്തപുരത്ത് പറഞ്ഞില്ലേ, ഗ്രാമങ്ങൾ എല്ലാം ഒരേ ഗ്രാമമായിരുന്നു അല്ലെങ്കിൽ ഒരേ നഗരമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മളെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്തായിരുന്നു? വസുധൈവ കുടുംബകമാണ്. ഈ ഭൂമിയിലാകെ നമ്മൾ ചെറിയ ചെറിയ ഗ്രാമങ്ങളോ അല്ലെങ്കിൽ ചെറിയ നഗരങ്ങളോ രാജ്യങ്ങളോ ആയി വിഭജിച്ച് എത്രയോ അങ്ങനെ നിൽക്കുമ്പോഴും ഒരു ഋഷി മനസ്സിൽ ആ ഒരൊറ്റ സങ്കല്പമാണ് വസുധൈവ കുടുംബകം. ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്, എൻ്റെ മകനെ അവൻ UK ലീഡ്സിലുള്ള ഒരു വീട്ടില് എനിക്ക് എൻ്റെ മകനെ വിളിക്കാൻ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയോട് എനിക്ക് ചോദിക്കേണ്ട കാര്യമില്ല. ഞാനൊരു പട്ടണം വിളിക്കാൻ എൻ്റെ മുമ്പിൽ ഓൺലൈനിൽ അവൻ്റെ രൂപം കാണാം, അവനോട് സംസാരിക്കാം. ഇതിനിടയിൽ ഒരുപാട് അതിർത്തികൾ നമ്മൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങളുടെ പേര് പറയുന്നുണ്ട്. പലപ്പോഴും കലയിക്കാൻ വേണ്ടി കോടിക്കണക്കിന് ഡോളറും രൂപകളും ഈ സേനയ്ക്ക് വേണ്ടി ഇതിനിടയിൽ ഉപയോഗിക്കുന്നത്. എത്രയോ രാജ്യങ്ങൾ ഇതിനിടയിൽ കടന്നുണ്ട്. എനിക്ക് ഇവരുടെ ആരുടെ സമ്മതം ആവശ്യമില്ല, നമുക്ക് ആർക്കും ആവശ്യമില്ല. ഒരു ഫോൺ ചെയ്യാൻ, ഒരു വിവരം അറിയിക്കാൻ, അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വലിയ രാജ്യങ്ങളുടെ പേരുകളും അതിർത്തികളും? നമുക്ക് വസുധൈവ കുടുംബകം എന്ന സങ്കല്പത്തിലേക്ക് തിരിച്ചു പോവുകയല്ലേ വേണ്ടത് എന്ന് അമ്മയുടെ തിരുമുമ്പിൽ വെച്ച് എനിക്ക് ചോദിക്കാൻ തോന്നുന്നു. സാർത്ഥകമായൊരു വിഷയമാണ്. ലോകത്തിലെ ഏറ്റവും മഹത്തായ വാക്യമാണത്, വസുധൈവ കുടുംബകം. വളരെ ദൈവവും ഈ പാലക്കാട് അമ്മയുടെ ധർമ്മശാസ്താവിൻ്റെ തിരുമുമ്പിൽ, മഹാരാജാവിൻ്റെ തിരുമനസിൻ്റെ മുമ്പിൽ ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും സമ്മേളിക്കാൻ കഴിയുന്നത് മഹാഭാഗ്യമായി കരുതുന്നു. കുഞ്ഞുകുട്ടനാണ് ആദ്യം സംസാരിക്കേണ്ടത്. പക്ഷേ കുഞ്ഞുകുട്ടനും തൊട്ടടുത്ത് തൃശ്ശൂരെത്തിയാൽ മതി. എനിക്ക് കോഴിക്കോട് എത്തണം. എന്നിട്ട് തിരിച്ച് നാളെ വൈകുന്നേരം വീണ്ടും എനിക്ക് വേറൊരു പ്രോഗ്രാമിന് വേണ്ടി വൈകുന്നേരം വീണ്ടും എനിക്ക് പത്തനംതിട്ടയ്ക്ക് വരാനാണ്. ഇതുകൊണ്ട് മാത്രം ഞാൻ കുഞ്ഞുകുട്ടനൊന്ന് മറികടന്ന് ആദ്യം സംസാരിച്ചതാണ്. എനിക്ക് പോയതുകൊണ്ട് മാത്രം അമ്മയുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട്, എല്ലാ ഗുരുജനങ്ങളുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.